ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറേയുടെ എലമെന്റ്സ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നാണ്. അതായത് അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എലമെന്റ്സ് ഇൻഡിവിജ്വലി ചൂസ് ചെയ്ത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. അറേയുടെ എല്ലാ എലമെന്റ്സും കൂടി ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യാനല്ല, അതിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ് സെലക്ട് ചെയ്ത് അതിനെ മാത്രം എങ്ങനെ ഡിസ്പ്ലേ ചെയ്യും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഒരു അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എ എന്ന് പേരുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്ത് അതിന്റെ സൈസ് 5 ആയിട്ട് സെറ്റ് ചെയ്തു. അതിന്റെ ഇനിഷ്യൽ വാല്യൂസ് ഇവിടെ ആദ്യമേ തന്നെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. 5 വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സിൽ ഈ 5 എന്ന് പറയുന്ന വാല്യൂ മാത്രം എടുത്ത് ഡിസ്പ്ലേ ചെയ്യണം. ആ 5 എന്ന വാല്യൂ മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ മതി, ബാക്കി എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യേണ്ട. അപ്പം അതിന് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, എന്ത് സിന്റാക്സ് ആണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. സംഭവം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നമുക്ക് ആൾറെഡി അറിയാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. വേരിയബിൾസിന്റെ വാല്യൂസ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതിലെ വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ എനിക്ക് 5 എന്ന വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പം ഇതിന്റെ ഇൻഡെക്സ് നമ്പർ എന്താണോ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ സിന്റാക്സ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വേരിയബിൾസ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ തന്നെ പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി ബ്രാക്കറ്റിന്റെ അകത്ത് ഡബിൾ കോഡ്സിന്റെ അകത്ത് എന്താണോ ഔട്ട്പുട്ട് വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മൾ ഈ ഡബിൾ കോഡ്സിന്റെ അകത്ത് നമ്മൾ മെൻഷൻ ചെയ്യും. സെക്കൻഡ് എലമെന്റ് ഓഫ് ദി അറേ ഈസ് എന്നും പറഞ്ഞ് മെൻഷൻ ചെയ്യും. ഇതാണ് ഔട്ട്പുട്ട് വിൻഡോയിൽ കാണേണ്ടത്. സെക്കൻഡ് എലമെന്റ് ഓഫ് ദി അറേ ഈസ് എന്ന് പറഞ്ഞിട്ട് %d എന്ന് ഇവിടെ എഴുതി. ഈ %d വന്ന ഭാഗത്താണ് എനിക്ക് ഈ 5 എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്യപ്പം എക്സിക്യൂട്ട് ചെയ്യപ്പം ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് ഔട്ട്പുട്ട് വിൻഡോയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ആണ് വരേണ്ടത്. ഔട്ട്പുട്ട് വിൻഡോയിൽ സെക്കൻഡ് എലമെന്റ് ഓഫ് ദി അറേ ഈസ് 5 എന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ ഈ 5 എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ %d എന്ന് പറയുന്ന ആ ഭാഗത്താണ്, ആ ടേമിന്റെ സ്ഥാനത്താണ് ഈ 5 എന്ന് വന്നത്. അത് കിട്ടാനായിട്ട് ഇവിടെ കോമ ഇട്ടിട്ട് നമ്മൾ സാധാരണ വേരിയബിൾസ് ഡിസ്പ്ലേ ചെയ്യും പോലെ തന്നെ ഇവിടെ നമ്മൾ ഏത് ടേമിന്റെ വാല്യൂ ആണോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ടേമിന്റെ അറേ എന്താണോ അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇവിടെ നമ്മൾ അറേ നെയിം എഴുതി, എന്നിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻഡെക്സ് നമ്പർ ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തത്. ഈ 5 എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻഡെക്സ് നമ്പർ 1 ആണ്. 3യുടെ ഇൻഡെക്സ് നമ്പർ 0, 5 എന്ന എലമെന്റിന്റെ ഇൻഡെക്സ് നമ്പർ 1. ആ 1 എന്ന ഇൻഡെക്സ് നമ്പർ നമ്മൾ ഇവിടെ എ എന്ന അറേ എഴുതി ആ ബ്രാക്കറ്റിന്റെ അകത്ത് ഇട്ട് കൊടുത്തു. ഈ ടേം സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ അറേ എലമെന്റ്സിൽ, ഈ 5 അറേ എലമെന്റ്സിലെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു എലമെന്റ് മാത്രം ചൂസ് ചെയ്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. അതിന് ഈ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ആ പർട്ടിക്കുലർ എലമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു സിന്റാക്സ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ അറേ എലമെന്റ്സിനെ ഓരോന്നായിട്ട് ഇൻഡിവിജ്വലി ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ %d എന്ന വാല്യൂ ആണ് യൂസ് ചെയ്തത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ %d റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻറ്റീജേഴ്സിനെയാണ്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത അറേ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആണ്. ഈ ഇൻറ്റീജർ അറേയിലുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയത്. അതുകൊണ്ടാണ് ഇവിടെ %d എന്നിവിടെ കൊടുത്തത്. അതേസമയം ഇതൊരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേ ആണെങ്കിൽ, അതായത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കും പോലെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേയിലുള്ള ഒരു വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ നമ്മളിവിടെ %dക്ക് പകരം %f ആയിരിക്കും. ഫ്ലോട്ട് എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് %f എന്ന ടൈം ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലാണ് ഈ അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത വാല്യൂസ് ഇൻറ്റീജേഴ്സ് ആണ് എങ്കിലും അതിന്റെ ഡെസിമൽ പോയിന്റ്സ് സഹിതമായിരിക്കും ഈ അറേയിലോട്ട് സേവ് ആവുന്നത്. ഈ 3 എന്ന് നമ്മൾ എൻ്റർ ചെയ്താലും 3.0 എന്നൊക്കെ ആയിരിക്കും ഈ അറേയിലോട്ട് സേവ് ആവുന്നത്. അപ്പോൾ ഡെസിമൽ പോയിന്റ്സ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേ ആണെങ്കിൽ ഇവിടെ %dക്ക് പകരം %f ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഏത് ഇൻഡിവിജ്വൽ എലമെന്റ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഇൻഡിവിജ്വൽ എലമെന്റിന്റെ അറേ പൊസിഷൻ, അറേ നെയിമും ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻഡെക്സ് നമ്പറും കൂടി റെപ്രസെന്റ് ചെയ്താൽ ആ പർട്ടിക്കുലർ അറേ എലമെന്റ് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന ഈ സെന്റൻസിന്റെ കൂടെയുള്ള ഭാഗത്ത് ഈ %f വരുന്ന എവിടെയാണോ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് ആണ് ഈ കാണുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് 5.000 ഒരു 6 0 വന്നതിന്റെ റീസൺ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ അതിനെപ്പറ്റി പഠിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അറേ എലമെന്റ്സ് ഓരോന്നായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിന്റെ ചെറിയൊരു സാമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിവിടെ കണ്ടത്. ഇത് ലോജിക് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്ത് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് ഇൻറ്റീജർ അറേയിലും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേയിലെ എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയാണ് ഈ കാണിച്ചത്. ഇനി ക്യാരക്ടർ അറേയിലുള്ള എലമെന്റ്സിനെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി നമുക്ക് ഇനി നോക്കാം.
നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഈ ക്യാരക്ടർ അറേയിലെ എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ എ എന്ന പേരുള്ള ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു, അതിന്റെ സൈസ് 6 ആണ്. എന്നിട്ട് അതിൽ ഈ ഇത്രയും ക്യാരക്ടേഴ്സ് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു. ഈ HELLO എന്നീ ക്യാരക്ടേഴ്സ് ആണ് ഇത് ഈ അറയിലോട്ട് സ്റ്റോർ ചെയ്തത്. ഡബിൾ കോട്സിന്റെ അകത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്താൽ മതി, അത് സ്റ്റോർ ആയിക്കോളും. എന്നിട്ട് അതിൽ ഒരു ക്യാരക്ടർ, ഈ എന്ന ക്യാരക്ടറാണ്, ഈ എന്ന ഈ രണ്ടാമത്തെ എലമെന്റ് ആണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് നമ്പർ 1 ആണ്. ആ ഇൻഡെക്സ് നമ്പറിൽ വരുന്ന എലമെന്റിനെ മാത്രം എനിക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതി. അതായത് ഔട്ട്പുട്ട് ഈ എന്ന് മാത്രം കണ്ടാൽ മതി. ഔട്ട്പുട്ട് എനിക്ക് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. സെക്കൻഡ് ക്യാരക്ടർ ഓഫ് ദി അറേ ഈസ് ഇ എന്ന് എനിക്കിവിടെ ഔട്ട്പുട്ട് വേണം. അപ്പോൾ അതിനെ printf എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ബ്രാക്കറ്റ് ഇട്ടിട്ട് ഡബിൾ കോട്സിന്റെ അകത്ത് ദ സെക്കൻഡ് ക്യാരക്ടർ ഓഫ് ദി അറേ ഈസ് എന്ന് എഴുതി, എന്നിട്ട് ഇവിടെ %c എന്ന ടൈമാണ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടർ എന്ന് എന്നെ തന്നെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് %c. ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ %d ആണ് യൂസ് ചെയ്തത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണെങ്കിൽ %f ആണ് യൂസ് ചെയ്തത്. ഇവിടെ ക്യാരക്ടർ ആയതുകൊണ്ട് %c യൂസ് ചെയ്തു. എന്നിട്ട് കോമ ഇട്ടിട്ട് നമ്മൾ എന്ത് അറേ എലമെന്റ് ഏതാണ് നമ്മളിവിടെ എഴുതി, അറേയുടെ നെയിം എഴുതി, എന്നിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻഡെക്സ് നമ്പർ ഏതാണെന്ന് മെൻഷൻ ചെയ്തു. അപ്പോൾ ആ പർട്ടിക്കുലർ ഇൻഡെക്സ് നമ്പറിൽ വരുന്ന ക്യാരക്ടർ ആയിരിക്കും ഇവിടെ %c സ്ഥാനത്ത് ഇവിടെ ഔട്ട്പുട്ട് വിൻഡോയിൽ ഡിസ്പ്ലേ ആവുന്നത്. ഇവിടെ ഒന്നാമത്തെ ഇൻഡെക്സ് നമ്പറുള്ള എലമെന്റ് എന്ന് പറയുമ്പം ഇ എന്ന ക്യാരക്ടറാണ്. ആ ഇ എന്ന ക്യാരക്ടർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ തൊട്ട് നേരത്തെ കണ്ട ഇൻറ്റീജർ അറേയിലും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേയിലും യൂസ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഈ ക്യാരക്ടർ അറേയിലും നമ്മൾ യൂസ് ചെയ്തത്. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ തേർഡ് മോഡ്യൂളിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു മെയിൻ ടോപ്പിക്കാണ് സ്ട്രിങ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ സംഭവം എന്ന് പറയാം. ഈ സ്ട്രിങ്ങിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ഞാനിപ്പം പറയാം. സ്ട്രിങ്ങിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാനിപ്പം പറയാം. ഈ സ്ട്രിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡെഫിനിഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എ സ്ട്രിങ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ടെർമിനേറ്റഡ് വിത്ത് എ നൾ ക്യാരക്ടർ എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. അതായത് സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. അവിടെ ഇൻറ്റീജേഴ്സ് ഒന്നോ അല്ലെങ്കിൽ ഫ്ലോട്ട് ഡെസിമൽ പോയിന്റ്സ് ഒന്നോ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഒന്നോ എന്നും അല്ല പറഞ്ഞത്. സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ക്യാരക്ടേഴ്സിന്റെ ഒരു സീക്വൻസ്, ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു കൂട്ടത്തിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഇവിടെ ഹെലോ എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് സ്ട്രിങ് ആയിട്ട് പറയാം. അതൊരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ആ ഓർഡറിൽ HELLO എന്നീ ക്യാരക്ടേഴ്സ് ആ ഒരു ഓർഡറിൽ ആ സീക്വൻസ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അതിന് 2-3 എക്സാമ്പിൾസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഹെലോ വേർഡ് എന്നത് നമുക്കൊരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതും ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെന്ന് പറയാം. ഇത് 2 വേർഡ്സ് ആണെങ്കിലും ഈ നടുക്കുള്ളത് സ്പേസ് ആണ്. ഈ സ്പേസും ക്യാരക്ടർ ആയിട്ട് തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാം. അപ്പം ഈ HELLO എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ആണ്. വേൾഡ് എന്ന് പറയുന്ന അതിലെ ലെറ്റേഴ്സും ക്യാരക്ടേഴ്സ് ആണ്. ഇടയ്ക്കുള്ള ഈ സ്പേസ് എന്ന് പറയുന്നതും ക്യാരക്ടർ തന്നെയാണ്. അപ്പം ഇതും ഒരു സീക്വൻസ് ഓഫ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഇതിനെ നമുക്ക് സ്ട്രിങ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സെന്റൻസിനെ തന്നെ ഒരു സ്ട്രിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ സെന്റൻസ് എന്ന് പറയുമ്പം അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അതും സ്ട്രിങ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇടയ്ക്ക് 2-3 സ്പേസ് വരും, അത് ഒന്നിൽ കൂടുതൽ വാക്കുകൾ അതിൽ വരും, ഇടയ്ക്ക് സ്പേസ് വരും. അതെല്ലാം ക്യാരക്ടേഴ്സ് ആയിട്ട് കൗണ്ട് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അറേയുടെ സൈസ് വലുതാണെങ്കിൽ, ഇപ്പം 10 എന്ന സൈസിന് പകരം 100 സൈസിലുള്ള അറേയാണ്, 100 സൈസിലുള്ള അറേയാണെങ്കിൽ നമുക്ക് അത്രയും വലിയ ലെങ്തി ആയിട്ടുള്ള സ്ട്രിങ്, അതായത് അത്രയും ലെങ്തി ആയിട്ടുള്ള സെന്റൻസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നോക്കും. അപ്പം ഇങ്ങനത്തെ സ്ട്രിങ്ങിനെയാണ്, ഇങ്ങനത്തെ വേർഡ്സിനെയോ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെയോ സെറ്റ് ഓഫ് വേർഡ്സിനെയൊക്കെയാണ് സ്ട്രിങ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഈ C പ്രോഗ്രാമിങ്ങിൽ നമ്മൾ കണ്ടു ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് നമ്മൾ സെക്കൻഡ് മോഡിൽ ക്രിയേറ്റ് ചെയ്തു. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ, ഈ വേരിയബിളിൽ ഒരു സിംഗിൾ ക്യാരക്ടറെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്ത വേരിയബിളിൽ ഒരു ക്യാരക്ടറെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. പക്ഷെ അതേസമയം C++ എന്ന ലാംഗ്വേജിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതിൽ നമുക്ക് സ്ട്രിങ്ങിനെ, അതായത് ഇങ്ങനത്തെ വാക്കുകൾ, വേർഡ്സിനെ അല്ലെങ്കിൽ സെന്റൻസിനെ തന്നെ നമുക്ക് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാനൊക്കും. സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും C++ എന്ന ലാംഗ്വേജിൽ. പക്ഷെ C പ്രോഗ്രാമിങ്ങിൽ ഈ സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പിൽ ഒരു വേരിയബിൾ ഇല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് മാത്രമേ സിയിലുള്ളൂ. C++ൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഉണ്ട്, സ്ട്രിങ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഡാറ്റ ടൈപ്പ് കൂടെ ഉണ്ട്. പക്ഷേ C പ്രോഗ്രാമിങ്ങിൽ സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ ഡാറ്റ ടൈപ്പ് സിയിലില്ല. അപ്പം
C++ൽ ഇങ്ങനത്തെ സെന്റൻസ് ഒക്കെ സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലോട്ട് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനൊക്കും. പക്ഷേ C പ്രോഗ്രാമിങ്ങിൽ ഇങ്ങനത്തെ സ്ട്രിങ്സ്, അതായത് ഈ വേർഡോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേർഡ്സോ അല്ലെങ്കിൽ ഒരു സെന്റൻസ് തന്നെ സ്ട്രിങ്ങിന്റെ ഫോമാറ്റിൽ അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ക്യാരക്ടർ അറേയിലാണ്. ഈ ക്യാരക്ടർ അറേ എന്ന് പറയുമ്പം ക്യാരക്ടേഴ്സിന്റെ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ഈ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യാനൊക്കും. അപ്പം അങ്ങനെ ക്യാരക്ടർ അറേ ഉപയോഗിച്ചാണ് ഒരു സ്ട്രിങ്ങിനെ നമ്മൾ C പ്രോഗ്രാമിങ്ങിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ 6 സൈസിലുള്ള ഒരു അറേയാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത്. അതിൽ 5 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാം. ഈ ഹലോ എന്ന ഈ വേർഡ് നമുക്ക് ഈ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യാം. സപ്പോസ് ഇതിപ്പം ഒരു 50 സൈസ് ഉള്ള ഒരു അറേ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫുൾ സെന്റൻസ് തന്നെ വേണം ഇനിയും ബാക്കിയുള്ള വേർഡ്സും കൂടെ ആഡ് ചെയ്ത് ആ സ്ട്രിങ് അത്രയും ക്യാരക്ടേഴ്സ് തന്നെ നമുക്ക് ഒരു അറേയിലോട്ട് സേവ് ചെയ്യാനൊക്കെ. ഇനിയും വേർഡ്സ് ഉണ്ടെങ്കിലും അറേയുടെ സൈസ് വലുതാണെങ്കിൽ അത്രയും സ്ട്രിങ്ങിനെ ഒരുമിച്ച് ഒരു ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാനൊക്കെ. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ വേർഡ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് C പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ ക്യാരക്ടർ അറേ. ക്യാരക്ടർ അറേ ഉപയോഗിച്ചാണ് ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉള്ള സ്ട്രിങ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ട്രിങ്, അതായത് മൾട്ടിപ്പിൾ വേർഡ്സ് ഒക്കെ ഈ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒറ്റ സ്റ്റെപ്പിന് തന്നെ അതിലുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം ഡിസ്പ്ലേ ചെയ്യിക്കാൻ നോക്കും. നമ്മൾ ഇവിടെ ക്യാരക്ടർ അറേയിലെ ഓരോ എലമെന്റിനെ ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ ഈ %C എന്ന ഈ മെത്തേഡ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്തത്. അങ്ങനെ അല്ലാതെ ഈ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ക്യാരക്ടേഴ്സ് മുഴുവൻ ഒറ്റ സെറ്റായിട്ട് തന്നെ, അതായത് ഒരുമിച്ച് തന്നെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ ഹലോ വേർഡൊന്നോ അല്ലെങ്കിൽ വി ആർ ഇന്ത്യൻസ് എന്ന വേർഡോ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെത്തേഡ് വളരെ സിമ്പിൾ ആണ്, വലിയ കാര്യമൊന്നുമല്ല. നമ്മളിപ്പം പഠിച്ച അതേ മെത്തേഡിന്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഇവിടെ printf എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് ഡിസ്പ്ലേ ചെയ്യണം. എന്നിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് ഡബിൾ കോട്സിന്റെ അകത്ത് ദ സ്ട്രിങ് ഈസ് എന്ന് പറഞ്ഞാൽ %s എന്നാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. എസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ %C പകരം %s എന്ന് യൂസ് ചെയ്തു. %C ആയിരുന്നു എങ്കിൽ നമ്മൾ ഒരു ക്യാരക്ടർ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാനൊക്കത്തുള്ളൂ. അതേസമയം %s ആണെങ്കിൽ ആ സ്ട്രിങ് മുഴുവൻ, അതായത് ഈ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് മുഴുവൻ നമുക്ക് ഈ %s എന്ന് പറയുന്ന ടേമിന്റെ അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനൊക്കും. ഇങ്ങനെ %s എന്ന് ഡബിൾ കോട്സ് ഇട്ടിട്ട് കോമ ഇട്ടിട്ട് ആ അറേ നമ്മളിവിടെ മെൻഷൻ ചെയ്താൽ മതി. നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഈ അറേ A എന്ന അറേയുടെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ ബ്രാക്കറ്റ് ഇടുകയോ അതിന്റെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ അകത്ത് ഒരു ഇന്റീജർ മെൻഷൻ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് അറേ നെയിം മാത്രം ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തു. അതായത് ചുമ്മാ ഒരു വേരിയബിൾ മെൻഷൻ ചെയ്യും പോലെ അറേ നെയിം ഞാൻ ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തു. ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ %s സ്ഥാനത്ത് ഈ A എന്ന് പറയുന്ന അറേയിലുള്ള സ്ട്രിങ്, അതായത് ക്യാരക്ടേഴ്സ് എല്ലാം ഈ %s എന്ന് ടേമിന്റെ ആ സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യും. ഇത് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദ സ്ട്രിങ് ഈസ് ഹലോ. അതായത് ഈ ഹലോ എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്ത സ്ട്രിങ്സ് ആണ്, മുഴുവൻ സ്ട്രിങ്സ്. ആ മുഴുവൻ സ്ട്രിങ്സ് അതുപോലെ ഈ %s വന്ന ഭാഗത്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ക്യാരക്ടർ അറേയിലുള്ള ഈ ഒരു ഫീച്ചർ ക്യാരക്ടർ അറേയിൽ മാത്രമേ ഉള്ളൂ. ഈ സ്ട്രിങ് എന്ന സാധനം ക്യാരക്ടർ അറേയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ അതിലുള്ള എലമെന്റ്സ് മുഴുവൻ ഒറ്റ സ്റ്റെപ്പിന് ഡിസ്പ്ലേ ചെയ്യുന്നതും ക്യാരക്ടർ അറേയിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇന്റീജർ അറേയിലോ അല്ലെങ്കിൽ ഫ്ലോട്ട് അറേയിലോ ഒന്നും ഈ ഒരു മെത്തേഡ് ഇല്ല. ഇത് ക്യാരക്ടർ അറേയിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. ഈ സ്ട്രിങ് എന്ന് പറയുന്ന സാധനം, അതായത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത് ക്യാരക്ടർ അറേ ഉപയോഗിച്ചാണ്. ആ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന മുഴുവൻ എലമെന്റ്സ്, മുഴുവൻ ക്യാരക്ടേഴ്സും ഒറ്റ സ്റ്റെപ്പിൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനൊക്കും. അതിനുവേണ്ടി %s എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. %C അല്ല, %s. ഇപ്പോൾ %C ആയിരുന്നെങ്കിൽ ഒരു ക്യാരക്ടർ മാത്രം, ഇവിടത്തെ പോലെ %C ആണെങ്കിൽ ഒരു ക്യാരക്ടർ മാത്രമേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. ആ ക്യാരക്ടർ നമ്മൾ ഇവിടെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇവിടെ ഒരു ക്യാരക്ടർ അല്ല, ആ സ്ട്രിങ് മുഴുവനാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇൻഡെക്സ് നമ്പർ ഒന്നും മെൻഷൻ ചെയ്തില്ല, ജസ്റ്റ് ആ അറേ നെയിം മാത്രം മെൻഷൻ ചെയ്തോളൂ. അപ്പൊ ഇങ്ങനെയാണ് ക്യാരക്ടർ അറേയിലുള്ള എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന. എലമെന്റ്സ് ഇൻഡിവിജ്വലി ഡിസ്പ്ലേയും ചെയ്യാം, അല്ല ക്യാരക്ടർ അറേയിലുള്ള എലമെന്റ്സ് മുഴുവനായും നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം. ഇതാണ് സ്ട്രിങ് എന്ന് പറയുന്ന പോർഷന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അറേ എലമെന്റ്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതും. അറേയിലുള്ള ഇന്റീജർ അറേ ആയിരുന്നാലും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേ ആയിരുന്നാലും അല്ലെങ്കിൽ ക്യാരക്ടർ അറേയിലായിരുന്നാലും എലമെന്റ്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിപ്പം കണ്ടത്. താങ്ക് യു.